ഹായ് കൂട്ടുകാരെ, നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ ഗപ്പി ടാങ്ക് നമ്മളിന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കിവിടെ ഗപ്പി ടാങ്ക് ഉണ്ടെന്ന്. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും അതറിയാം എൻ്റെ ടാങ്കിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിലൂടെ നമ്മുടെ ഈ ഒരു ഗപ്പി ടാങ്ക് കംപ്ലീറ്റ് ക്ലീൻ ചെയ്തിട്ട് നമ്മൾ റിനോവേറ്റ് ചെയ്യാൻ പോവുകയാണ്, പുതിയ പെയിൻ്റൊക്കെ അടിച്ചിട്ട്. അപ്പോൾ എങ്ങനെ ഒരു ഗപ്പി ടാങ്ക് സെറ്റപ്പ് ചെയ്യാം, അല്ലെങ്കിൽ ഉള്ള ടാങ്കുകളൊക്കെ തന്നെ നിങ്ങൾക്ക് എങ്ങനെ പെയിൻ്റൊക്കെ അടിച്ച് അടിപൊളി ആക്കാം, സൂപ്പർ ആക്കാം എന്നൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിലൂടെ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാനായി പോകുന്നത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായും ഈ ഒരു വീഡിയോ മുഴുവൻ നിങ്ങൾ കാണണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. അതുപോലെ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തിയേക്കും. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഒരു ടാങ്ക് ക്ലീനിങ്ങിൻ്റെ ആദ്യ പടിയായി നമുക്ക് ഈ ഒരു പായൽ ആദ്യം തന്നെ നമുക്ക് കോരി മാറ്റണം. ഞാനപ്പോൾ ഈ ഒരു പായൽ കോരിയിട്ട് ഞാനൊരു ബക്കറ്റിൽ ഞാനെടുത്ത് വെക്കുകയാണ്. കാരണം നമുക്ക് റിനോവേഷൻ എല്ലാം കഴിഞ്ഞ് നമുക്ക് രണ്ടാമത് ഇതിൽ തന്നെ കൊണ്ടുപോയിടേണ്ടതാണ്. അപ്പോൾ അതിനുശേഷം വേണം നമുക്ക് നമ്മുടെ ഗപ്പീസിനെ അതിനുശേഷം നമുക്ക് സുരക്ഷിതമായിട്ട് ഇതിൽ നിന്ന് കോരി നമുക്ക് വേറെ ഒരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റണം. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ടാങ്ക് ക്ലീൻ ചെയ്തിട്ട് പെയിൻ്റ് അടിക്കണം. അപ്പോൾ അതാണ് നമ്മുടെ പ്രോസസ്സ്. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ഈ ഒരു ടാങ്കിൽ പെയിൻ്റ് അടിക്കാനായിട്ട് ഞാൻ ഈ ഒരു പെയിൻ്റാണ്, ബെർജറിൻ്റെ ഒരു ബ്ലൂ കളർ പെയിൻ്റാണ് ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളത്. ഇതൊരു ലൈറ്റ് ബ്ലൂ കളർ ഷെയ്ഡാണ് ഈ ഒരു പെയിൻറ്റിനുള്ളത്. ഇതൊരു ആൻറ്റി ഫംഗൽ എക്സ്റ്റീരിയർ എമൽഷൻ ടൈപ്പ് പെയിൻ്റാണ്. ഇത് ഏകദേശം ഒരു 6 മാസത്തോളമൊക്കെ നമ്മൾ ഒരു പെയിൻറ്റിങ്ങിൽ നമുക്ക് ആ ഒരു ഫിനിഷ് നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. നമുക്ക് ഈ ഒരു ടാങ്കിൽ കരിയിലെയും കാര്യങ്ങളും അഴുക്കുകളും ഒന്നും വീഴാതെ രീതിയിൽ നമ്മൾ സെറ്റപ്പ് ചെയ്യുവാണെങ്കിൽ നമുക്ക് 6 മാസം വരെ ഈ ഒരു ബെർജറിൻ്റെ ഈ ഒരു പെയിൻറ്റിൻ്റെ ആ ഒരു ക്വാളിറ്റി നമുക്ക് കിട്ടും. പിന്നെ അതുപോലെ നോർമലായിട്ട് ഒരു 20 രൂപയുടെ ഒരു ബ്രഷാണ് ഞാൻ മേടിച്ചിട്ടുള്ളത്. പുതിയ ബ്രഷാണ്, ആ ഒരു ഫ്ലോ കിട്ടാൻ വേണ്ടിയിട്ടാണ്, അടിക്കുമ്പോൾ ആ ഒരു ഫ്ലോ കിട്ടാനാണ് ഞാൻ ഈ ഒരു പുതിയ ബ്രഷ് തന്നെ ഞാൻ ചൂസ് ചെയ്തത്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു പെയിൻറ്റിൻ്റെ വില വന്നിട്ട് 150 രൂപയാണ്. ഇതിൽ MRP കാണിച്ചിട്ടുള്ളത് 184 രൂപയാണ്. പക്ഷേ 150 രൂപയെ എനിക്ക് ചാർജ് വന്നുള്ളൂ. അപ്പോൾ ഈ ഒരു പെയിൻറ്റ് നമ്മൾ അടിച്ചതിന് ശേഷം അപ്പം തന്നെ നമുക്ക് ഫിഷിനൊന്നും ഇടാൻ പറ്റില്ല. നമ്മൾ ഒരു 2, 3, 4 വാഷ് ചെയ്ത് അതിൻ്റെ ഒരു വേസ്റ്റും കെമിക്കലും ഒക്കെ കളഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് ഫിഷസിനെ നമുക്ക് ഈ ഒരു നമ്മുടെ കുളത്തിലേക്ക് ഇടാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ആദ്യപടിയായി ഞാൻ ഇതിലെ പായലൊക്കെ ഞാൻ മാറ്റുവാണ്. ഞാൻ എടുക്കുന്ന പായൽ ഈ ഒരു ജസ്റ്റ് ഒരു പാത്രത്തിലേക്ക് ഞാൻ ഇട്ട് വെക്കുകയാണ്. ജസ്റ്റ് ഇതേപോലെ എടുത്തിട്ട് കണ്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ കുളം നമ്മൾ വറ്റിച്ചു. അതിൻ്റെ ഉള്ളിൽ കുറേ ചെളിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, കുറേ ലീവ്സൊക്കെ വീണ് അത് ആകെ ചെളിയായിട്ടൊക്കെ കിടക്കുമായിരുന്നു. അപ്പോൾ അതെല്ലാം നമ്മൾ കോരി നമ്മൾ ക്ലീൻ ചെയ്ത് മാറ്റി. അതിന് മുന്നോടിയായിട്ട് നമ്മുടെ ഇതിലുണ്ടായിരുന്ന എല്ലാ ഫിഷസിനെയും നമ്മൾ ഒരു അരിപ്പൊക്കെ ഉപയോഗിച്ച് ഫിൽട്ടർ ചെയ്തിട്ട് നമ്മൾ വേറൊരു സേഫ് ആയിട്ടുള്ളൊരു പ്ലേസിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ പായലും നമ്മളിങ്ങനെ കോരിയിട്ട് നമ്മൾ വാട്ടർ ചെയ്തിട്ട് നനച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ക്ലീനിങ് എല്ലാം കഴിഞ്ഞിട്ട് തിരിച്ചിതെല്ലാം നമുക്ക് റീപ്ലേസ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ അതേ കണ്ടോ, നമ്മുടെ കംപ്ലീറ്റ് കുളവും നമ്മൾ വറ്റിച്ചു. ഇതാണ് ഈ ഒരു കുളത്തിൻ്റെ ഒരു താഴ്ച. എൻ്റെ ഒരു കാലിൻ്റെ ഈ ഒരു പോർഷൻ വരെ ഈ ഒരു കുളം ഉണ്ട്, ഹൈറ്റ് ഉണ്ട്. അപ്പോൾ ഇനി അടുത്തതായിട്ട് നമുക്ക് ഈ ചിളയൊക്കെ ഒന്നും കൂടി നമുക്ക് ക്ലീൻ ചെയ്യണം, എന്നാലേ നമുക്ക് പെയിൻ്റ് അടിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് മോട്ടർ ഒന്ന് ഓൺ ചെയ്യാം. നമുക്ക് ഉണ്ടോ വാട്ടർ ഒന്ന് എടുക്കാം. വാട്ടർ എടുത്തിട്ട് നമുക്ക് ഒന്നും കൂടി ഒന്ന് ക്ലീൻ ചെയ്ത് നമുക്ക് റെഡിയാക്കാം. ചെളിയെല്ലാം നമുക്കൊന്ന് ഇതാക്കാം. കണ്ടോ, ഇതിലുണ്ടായിരുന്ന മുഴുവൻ ചെളിയും നമ്മളിപ്പോൾ വാഷ് ഔട്ട് ചെയ്യണം. ഇനിയിപ്പോൾ വെള്ളം കോരിക്കളയാൻ നമുക്ക് എളുപ്പമായിരിക്കും, കാരണം നമ്മൾ എല്ലാം ക്ലീൻ ചെയ്തോളൂ. ഇതിപ്പോൾ ഒരു ഡേർട്ട് വാട്ടർ മാത്രമേ ഉള്ളൂ. അതിനുശേഷം നമുക്ക് ഈ ഒരു പോണ്ട് കംപ്ലീറ്റ് വയർ ബ്രഷ് വെച്ച് നമുക്കൊന്ന് ഉരയ്ക്കാം.
അപ്പോൾ ഗൈസ് നമ്മൾ ഏകദേശം കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഇതിപ്പോൾ ഇത് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള ഇരിക്കുന്ന കറയാണ് സംഭവം. ഓൾറെഡി ആ ഒരു പ്ലാങ്ക്ടൻസും ആൽഗസൊക്കെ പിടിച്ചു പോയിട്ടുള്ള കറയാണ്, അത് പോകത്തില്ല. അപ്പോൾ അത് കാരണം നമ്മൾ ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് പെയിൻറ്റ് അടിക്കലാണ് നമ്മുടെ അടുത്ത സ്റ്റെപ്പ്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് നമുക്ക് ഈ ഒരു ടാങ്ക് ശരിക്കും ഒന്ന് ഉണങ്ങണം. ഉണങ്ങിയിട്ട് അതിനുശേഷം നമ്മളൊരു തുണി ഉപയോഗിച്ച് നമുക്ക് അത് അതിലുള്ള ബാക്കിയുള്ള മണ്ണും തരിയൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്കൊന്ന് തുടച്ച് മാറ്റണം. അതിനുശേഷം വേണം പെയിൻ്റ് അടിക്കാൻ. അപ്പം എന്തായാലും ഇനിയിപ്പോൾ ടാങ്ക് ഒന്ന് ഉണങ്ങട്ടെ. ഉണങ്ങിക്കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് നമുക്ക് കിടക്കാം. ഗൈസ്, പിന്നെ നിങ്ങൾക്കറിയാമല്ലോ നമ്മൾ വളരെ ബുദ്ധിമുട്ടിയാണ് ഇതൊക്കെ ഈ ഒരു വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യുന്നത്. അതുപോലെ ഒരു 1-2 ദിവസമൊക്കെ എടുത്തിട്ടാണ് നമ്മൾ മാക്സിമം നമ്മൾ ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ നിങ്ങളുടെ മുന്നിലേക്ക് ഷൂട്ട് ചെയ്ത് എത്തിക്കാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കാണുന്നത് നിങ്ങൾ ദയവ് ചെയ്ത് ഒന്ന് ലൈക്ക് ചെയ്യണം, വീഡിയോ ലൈക്ക് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ ഒരു കമൻറ്റും എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും തെറ്റുകളോ കുറവുകളോ ഒക്കെ ഉണ്ടെങ്കിൽ ആ കമൻറ്റും നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ നിങ്ങൾ രേഖപ്പെടുത്തണം. അപ്പോൾ എന്നാലേ നമുക്ക് ഈ ഒരു വീഡിയോ നല്ല രീതിയിൽ നമുക്ക് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ സാധിക്കൂ. അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്നതിന് എന്തെങ്കിലും ഒരു പ്രയോജനം കിട്ടും. അപ്പോൾ ദയവ് ചെയ്ത് കാണുന്ന സുഹൃത്തുക്കളെല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്തും ഒക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണം നമുക്ക്. അപ്പോൾ അതെൻ്റെ ഒരു റിക്വസ്റ്റാണ്. അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ ക്ലീൻ ചെയ്തിട്ട് 1 മണിക്കൂർ കഴിഞ്ഞു. അപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ വെള്ളം നമ്മൾ ക്ലീൻ ചെയ്ത വാട്ടർ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നത് അത് നടുക്ക് ഇങ്ങനെ വന്ന് കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ഈ ഒരു ക്ലോത്ത് വെച്ച് ഞാനത് വൈപ്പ് ഓഫ് ചെയ്തെടുത്തു. പിന്നെ കംപ്ലീറ്റ് ഈ ഒരു നല്ല വെയിലുണ്ട്. ഇപ്പോൾ 1 മണിയാണ് ഉച്ചയ്ക്ക് ഞാനിത് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വെയിലത്ത് ഒന്നും കൂടി ശരിക്കും ഒന്ന് ഡ്രൈ ആയിക്കോളും. ഡ്രൈ ആയതിനു ശേഷം നമുക്ക് നമ്മുടെ പെയിൻറ്റിങ് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ എനിക്കൊരു കാര്യം പ്രത്യേകിച്ച് പറയാനുണ്ട്. ഈ ഒരു വാട്ടറൊക്കെ കെട്ടിക്കിടക്കുന്ന വെള്ളമാണ്. അപ്പോൾ അതുകൊണ്ട് ഫ്രണ്ട്സ്, നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ കുളങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ഡയറക്റ്റ്ലി പോയി അതിൽ കയ്യും കാലും ഒക്കെ ഇട്ട് മുക്കുകയും ക്ലീൻ ചെയ്യുകയൊന്നും ചെയ്യരുത്. പറ്റുമെങ്കിൽ ഒരു സർജിക്കൽ ഗ്ലൗസ് ഒക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതൊക്കെ ഉപയോഗിച്ചിട്ട് വേണം നിങ്ങൾ വാട്ടറിലേക്ക് നിങ്ങൾ ഇറങ്ങാനായിട്ട്. കാരണം കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ പലതരം രോഗാണുക്കളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ കയ്യിൽ ചെറിയ മുറിവൊക്കെ ഉണ്ടെങ്കിൽ ആ മുറിവിലൂടെ ഇൻഫെക്ഷൻസൊക്കെ നമ്മുടെ ബോഡിയിൽ എൻട്രി ചെയ്യാനായിട്ട് ചാൻസസ് ഒക്കെ ഉണ്ട്. അപ്പോൾ കൂട്ടുകാരെ, നിങ്ങൾ ഒരു സർജിക്കൽ ഗ്ലൗസ് ഒന്ന് യൂസ് ചെയ്തേക്കണം. അപ്പോൾ അതൊരു ടിപ്പായിട്ട് നിങ്ങൾ കൂട്ടിക്കും. ഗൈസ്, അപ്പോൾ നമ്മുടെ പെയിൻറ്റിങ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. നമ്മൾ ബ്രഷിൽ നമ്മൾ പെയിൻറ്റിങ്ങിന് എടുത്തതിന് ശേഷം കുറച്ച് നമ്മൾ വക്ക് തൊട്ടാണ് നമ്മൾ അടിച്ച് തുടങ്ങുന്നത്. കണ്ടോ, നിങ്ങൾക്ക് കാണാം, നല്ല ലൈറ്റ് ബ്ലൂ ആയിട്ടുള്ള കളറാണ്. കണ്ടോ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലൈറ്റ് ബ്ലൂ ആയിട്ടുള്ള വാട്ടർ സോല്യൂബിൾ ആയിട്ടുള്ള ഇമൽഷനാണ് സംഭവം. അപ്പോൾ ഇത് അധികം അടിച്ചു കൊടുക്കുന്നതുകൊണ്ട് വലിയ പ്രോബ്ലം നമ്മുടെ ഫിഷസിനൊന്നും വരാനായിട്ട് സാധ്യതയില്ല. കണ്ടോ, അപ്പോൾ ആദ്യം നമ്മൾ ഈ ഒരു വക്ക് വശം അടിച്ചതിന് ശേഷം വേണം നമ്മൾ താഴത്തേക്ക് നമ്മളിങ്ങനെ അടിച്ചടിച്ചടിച്ച് വരാനായിട്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് പെയിൻറ്റ് ചെയ്യാൻ പറ്റുന്നത്. കണ്ടോ, നമ്മൾ ഫസ്റ്റ് നമ്മൾ ആ വക്ക് മുഴുവൻ നമ്മൾ പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ കുളത്തിൻ്റെ ഒരു ഇൻറ്റേർണൽ പോർഷൻസിലേക്ക് നമ്മൾ പെയിൻറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെയുള്ള കുളങ്ങളും അതുപോലെയുള്ള വാട്ടർ ബോഡീസ്, സിമെൻറ്റിൽ ചെയ്തിട്ടുള്ള വാട്ടർ ബോഡീസൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇങ്ങനെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. നമ്മൾ ഒരു വർഷത്തിലൊരിക്കലൊക്കെ ഇതുപോലെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ ഈ ചില സമയങ്ങളിൽ ഈ നമ്മുടെ ഇതിൻ്റെ ഭിത്തികളിലൊക്കെ എന്താ പറയുക, ഹോൾസൊക്കെ വീഴാനും അതുപോലെ വാട്ടർ പോകാനും വേരിറങ്ങാനും ഒക്കെയുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ നമ്മൾ ഇതുപോലെ പെയിൻറ്റ് നല്ല തിക്കായിട്ട് നമ്മൾ അടിച്ചു കൊടുക്കുമ്പോൾ ആ ഹോൾസും കാര്യങ്ങളൊക്കെ വരുന്നതൊക്കെ പെയിൻറ്റ് ചെന്ന് അത് ഫില്ലായി പോവുകയും അപ്പോൾ അങ്ങനെ ഈ ഒരു കുളത്തിന് ഒരുപാട് ലൈഫ് കിട്ടുകയൊക്കെ ചെയ്യും. ഇപ്പോൾ അപ്രോക്സിമേറ്റ്ലി ഈ ഒരു കുളം ഞാൻ ബിൽഡ് ചെയ്തിട്ട് ഏകദേശം 10 വർഷത്തിന് മുകളിലായി ഈ ഒരു സംഭവം ചെയ്തിട്ട്. ഞാൻ ഇതുപോലെ വർഷാവർഷം ആനുവൽ മെയിൻ്റനൻസ് ഞാനിങ്ങനെ ചെയ്ത് കൊടുക്കുന്നതുകൊണ്ടാണ് ഇപ്പോഴും ഇത് എന്താ പറയുക, വേറെ മെയിൻ്റനൻസ് ചിലവുകളൊന്നുമില്ലാതെ നമുക്ക് ഇതിപ്പോഴും ഞാൻ കൊണ്ടു നടക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു പോയിന്റ് എനിക്ക് പറയാനുള്ളത്, വെറും 150 രൂപ എനിക്കിപ്പോൾ ഈ ഒരു കുളം ഇങ്ങനെ പെയിൻറ്റ് ചെയ്യാനും റിനോവേറ്റ് ചെയ്യാനും ഒക്കെ എനിക്ക് ചിലവ് വന്നിട്ടുള്ളൂ. അപ്പോൾ ആ വെറും ഒരു 150 രൂപയ്ക്ക് അതുപോലെ തന്നെ നമ്മുടെ ഒരു കുറച്ച് സമയം കൂടി നമ്മൾ മാറ്റി വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വാട്ടർ ബോഡി അല്ലെങ്കിൽ ഒരു ഫിഷിന് ഇടാൻ പറ്റിയ ഒരു വാട്ടർ ബോഡി നമുക്ക് വീട്ടിൽ ഇതുപോലെ സെറ്റ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിനൊരു കുളിർമയാണ്.
നമ്മൾ പെയിൻറ് ചെയ്ത സമയത്ത് ഇതുപോലെ ചെറിയ ചെറിയ ഹോൾസ് ഒക്കെ വരാൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ആ ഹോൾസിൻ്റെ പേര് കണ്ണെന്നാണ് പറയണത്. അപ്പോൾ നമ്മൾ ആ ഹോൾസ് ശരിക്കും നമ്മൾ ഫില്ല് ചെയ്തിട്ട് നമ്മൾ ആ കണ്ണടച്ചു കൊടുക്കണം. അപ്പോൾ കണ്ണടച്ചു കൊടുക്കുമ്പോഴേക്കും നമുക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു കണ്ണിൻ്റെ ഉള്ളിലേക്ക് പെയിൻ്റൊക്കെ കയറിയിട്ട് നല്ല തിക്കായിട്ട് പെയിൻറ് കുറേ നാൾ ഏകദേശം ഒരു 5-6 മാസത്തിൽ കൂടുതൽ ഇരിക്കാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ ഇതിന് മുമ്പ് കഴിഞ്ഞ വർഷം അടിച്ചു കൊടുത്ത പെയിൻ്റാണ് ഈ കാണുന്നത്. കണ്ടോ, ആ ബ്ലൂ കളർ പെയിന്റ് ഇപ്പോഴും അങ്ങനെ തന്നെയുണ്ട്. ഏകദേശം വെള്ളത്തിന്റെ ഏറ്റവും അടിയിലുള്ള പോർഷനാണ്. എന്നിരുന്നാൽ പോലും ആ ബ്ലൂ പെയിന്റ് ഇപ്പോഴും നിങ്ങൾക്ക് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതൊക്കെ പൂപ്പലും പായലും ഒക്കെ പിടിച്ചിരിക്കുന്നതാണ്. അപ്പോൾ കുറച്ചും കൂടി നിങ്ങളെ ബഡ്ജറ്റ് പോലെ നിങ്ങൾക്ക് കുറച്ചും കൂടി കാശ് മുടക്കി ഏഷ്യൻ പെയിൻസിൻ്റെ ഒക്കെ നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ലെഡ് ഫ്രീ ആയിട്ടുള്ള പെയിൻസ് ഒക്കെ കിട്ടും ഏഷ്യൻ പെയിൻസിൻ്റെ. അപ്പോൾ അതൊക്കെ വാങ്ങിച്ച് നിങ്ങൾ യൂസ് ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആണെന്ന് എനിക്ക് പറയാം. ഞാനിപ്പോൾ ഇത് ബെർജറിൻ്റെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ബെർജറും അത്യാവശ്യം കുഴപ്പമില്ല. അതിൻ്റെ ഒരു ലോ ക്വാളിറ്റിയാണ് നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഗൈസ്, അപ്പോൾ നമ്മൾ ഒരു കോട്ട് നമ്മൾ കംപ്ലീറ്റ് നമ്മൾ പെയിൻറ് ചെയ്തു. അപ്പോൾ ഇനി അടുത്തത് നമ്മൾ സെക്കൻഡ് കോട്ട് നമ്മൾ പെയിൻറ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ സെക്കൻഡ് കോട്ട് പെയിൻറ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെറിയൊരു സ്പേസ് നമ്മളവിടെ വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിനി അത് കഴിഞ്ഞു നമ്മളിപ്പോൾ ഇനി സെക്കൻഡ് കോട്ട് നമ്മൾ പെയിൻറ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഗൈസ്, നമ്മുടെ ടാങ്കിൻ്റെ കംപ്ലീറ്റ് പെയിൻറ്റിങ്ങും റിനോവേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുന്നു. ടാങ്ക് നല്ല സുന്ദര കുട്ടപ്പനായിട്ട് അടിപൊളിയായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഇനി അടുത്തത് നമുക്ക് ഗപ്പി ഫിഷുകളെ, നമ്മുടെ ഫിഷുകളെ എല്ലാം തിരിച്ച് നമുക്ക് ഇട്ടാൽ മാത്രം മതി. അപ്പോൾ നമുക്കിനി അത് ചെയ്യാം. അതുപോലെ തന്നെ കംപ്ലീറ്റ്ലി ഞാൻ ഈ ഒരു ചെടിച്ചട്ടിക്കൊക്കെ ചെറുതായിട്ട് ഞാനൊരു വൈറ്റ് പെയിൻറ്റ് ഞാൻ കൊടുത്തിട്ടുണ്ട്. എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ കുറച്ച് വീട്ടിലുണ്ടായിരുന്ന കുറച്ച് കാൽഷ്യം ഞാൻ കലക്കിയിട്ട് ഞാൻ പെയിൻറ്റ് ചെയ്തതാണ്. അപ്പോൾ കംപ്ലീറ്റ്ലി നമ്മുടെ ആ ഒരു പെയിൻറ്റിങ് പ്രോസസ്സ് നമ്മൾ കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് നമ്മൾ മത്സ്യങ്ങളെ നമ്മൾ ഇടുമ്പോൾ അതിന് മുമ്പ് നമ്മളൊരു മിനിമം ഒരു 3 വട്ടമെങ്കിലും നമ്മൾ ശരിക്കും ഈ ഒരു ടാങ്ക് നമ്മൾ കംപ്ലീറ്റ് വെള്ളം നിറച്ച് ആ വെള്ളം കോരിക്കളഞ്ഞ് അങ്ങനെ ശരിക്കും വാഷ് ചെയ്ത് ആ ഒരു പെയിൻറ്റിൻ്റെ ആ ഒരു കെമിക്കലും കാര്യങ്ങളൊക്കെ പൂർണ്ണമായും മാറ്റിയതിന് ശേഷം വേണമെങ്കിൽ ഒരു 3 ദിവസം ഒക്കെ നമുക്ക് അങ്ങനെ ചെയ്യാം. 3 ദിവസം 2 പ്രാവശ്യമൊക്കെ വീതം കഴുകി ശരിക്കും ആ ഒരു കെമിക്കൽ നമ്മൾ മാറ്റിയതിന് ശേഷം മാത്രം നമ്മൾ വെള്ളം നമ്മൾ ഫില്ല് ചെയ്തിട്ട് നമ്മുടെ ആൽഗേസും അതുപോലെ തന്നെ നമ്മുടെ ഫിഷസിനെ ഒക്കെ നമുക്ക് ഇതിലേക്ക് കോരിയിടാൻ പാടുള്ളൂ. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു 2 വട്ടം 3 വട്ടമൊക്കെ കഴുകിയിട്ട് മാത്രമേ നമ്മൾ ഫിഷസിനെ നമ്മൾ ഇടാവൂ. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ ഈ വീഡിയോ ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യണം. എന്തായാലും നിങ്ങളുടെ ഒരു അഭിപ്രായം നിങ്ങളൊന്ന് കമൻ്റായിട്ട് നിങ്ങൾ എഴുതിയിട്ട് നിങ്ങൾ പോകണം. അപ്പോൾ എന്തായാലും മനോഹരമായ മറ്റൊരു സബ്ജക്റ്റുമായി കാണുന്നത് വരെ ദിസ് ഇസ് മീ യുവർ അംബരീഷ് മൂന്തൻ, കൊച്ചി വ്ളോഗർ, സൈനിങ് ഓഫ്.